ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ടീച്ചർ ടീച്ചർ എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടീച്ചർമാരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അല്ലേ? ചിലത് എൻ്റെ ടീച്ചർ എന്ന് പറയുമ്പോൾ അത് കൂടാതെ തന്നെ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ മുഖങ്ങൾ നമ്മളെ മനസ്സിലേക്ക് കയറി വരും. എനിക്കും ഉണ്ട് അങ്ങനെ ഒരു ടീച്ചർ. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ AMLP സ്കൂൾ എന്ന് പറയുന്ന വെമ്പനാടുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. 4 വരെയുള്ള സ്കൂളാട്ടോ. അവിടെ എൻ്റെ 4-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എൻ്റെ ലില്ലി ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ, എൻ്റെ നെഞ്ചിൽ ഇന്നും ആ ഒരു പുതുമയോട് കൂടെ തന്നെ, ആ 4-ാം ക്ലാസ്സിൽ കാണുന്ന ടീച്ചറുടെ ആ ഒരു പുതുമയോട് കൂടെ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു അമ്മ സ്ഥാനത്ത് ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ ടീച്ചർ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമുക്കൊരു ടീച്ചറോട് ഏറ്റവും കൂടുതൽ പ്രിയം തോന്നാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. എന്താണ് എൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 8 വയസ്സാണ്. ഈ 8 വയസ്സിൽ എൻ്റെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പെയിൻ. ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു ലൈഫ് അന്തരീക്ഷം, വാപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവിടെ അതിൽ നിന്ന് ശരിക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു പുലിയുടെ മുമ്പിൽ അകപ്പെട്ട ഒരു മാൻ പേടയെ പോലെ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. പേടിച്ച്, ഞാനും എൻ്റെ 2 മൂത്ത ബ്രദേഴ്സ് ഉണ്ട്, ഒക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ വീട്ടിൽ ഇങ്ങനത്തെ കുറേ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സമയത്ത് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, സ്കൂളിൽ ഞാൻ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ ടീച്ചർമാരൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനം, ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഈ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്, അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. ആ ടീച്ചർ പറയുന്ന, ഇന്നും എനിക്ക് ആ ടീച്ചറുടെ ഓരോ വിരലിന്റെ അനക്കം പോലും എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ പറ്റും. ആ ടീച്ചറുടെ സ്നേഹം കൊണ്ടുള്ള വാക്കുകൾ, സ്നേഹം കൊണ്ടുള്ള തലോടുകൾ എല്ലാം ഭയങ്കര സംഭവം. ടീച്ചർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഓരോ കടുകുമണിക്കുള്ള സംഭവങ്ങൾ പോലും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്ന ഷഫ്നാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഈ സുഹൃത്തും ഞാനും കൂടെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. രണ്ടുപേരും നന്നായി പഠിക്കൂട്ടാ, ഞാനടക്കം നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ടീച്ചർ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കടാ എന്നൊന്നും പറയില്ല. ടീച്ചർ അത് കണ്ട് ഇവർ സംസാരിക്കുന്നതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ പെട്ടെന്ന് സംസാരിക്കാതിരുന്നപ്പോൾ ടീച്ചർ ശ്രദ്ധിച്ചു, എന്താണ് ഇന്ന് കമാലിനും ഷഫ്നാസിനും പറ്റിയത്? രണ്ടുപേരും സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഏതോ കുട്ടികൾ പറഞ്ഞു ടീച്ചറോട്, അവർ രണ്ടാളും തെറ്റി ടീച്ചറ്. അപ്പോ ടീച്ചർ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു, അവനെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. എൻ്റെ തന്നെയായിരുന്നു തെറ്റ്, അന്നത്തെ ഒരു ചെറിയൊരു കുസൃതി, നമ്മൾ 8 വയസ്സിലെ ഒരു കുസൃതി. പക്ഷെ ടീച്ചർ അന്ന് തന്നെ ഒരു വടിയെടുത്ത് 2 അടി അടിച്ചിട്ട് പറഞ്ഞു, ഒരിക്കൽ പോലും ഒരാളായിട്ട് തെറ്റാനോ പിണങ്ങാനോ പാടില്ല. നമ്മളിൽ പോലും, അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അവരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അത് നമ്മൾ പരസ്പരം പറഞ്ഞ് നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ടീച്ചർ എന്നോട് പറയണ്ടായി. പിന്നെ ഒരു അമ്മ സ്നേഹം തന്നെയായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഓരോ രാത്രികളിലും ഞാൻ ആലോചിക്കും, നേരം വെളുത്താൽ മതി, എനിക്കൊന്ന് സ്കൂളിലേക്ക് പോയാൽ മതി എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ. ടീച്ചറെ ഒരുപാട് കാലം, ആ 4-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരുപാട് കാലം എനിക്ക് കാണാൻ ഭയങ്കരമായ ആഗ്രഹങ്ങളായിരുന്നു. ടീച്ചർ അത്ര വലിയ അകലത്തിലൊന്നും ആയിരുന്നില്ല. ഞാൻ താമസിക്കുന്നതിൻ്റെ 2.5 കിലോമീറ്റർ അപ്പുറമായിരുന്നു ടീച്ചറുടെ അന്നത്തെ വീട്. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല? അതാ പറഞ്ഞത്, എൻ്റെ ജീവിതം നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറം വലിയൊരു ലെവലിൽ പോയ ജീവിതം തന്നെയായിരുന്നു എൻ്റെ. ഒരുപാട് സ്ട്രഗ്ലിങ്, ഒരുപാട് പ്രശ്നങ്ങൾ. എൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് കല്യാണം, അല്ലെങ്കിൽ നമ്മുടെ മാരേജ് എന്നൊക്കെ പറയുന്ന സംഭവം. അത് തന്നെ ഒരു വലിയൊരു എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അതിന് പോലും എനിക്ക് എൻ്റെ ടീച്ചറെ വിളിക്കാനോ അങ്ങോട്ട് എത്താനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ടീച്ചറെ പോലും എനിക്ക് ആ ഒരു ഫംഗ്ഷന് പോലും വിളിക്കാനോ അങ്ങോട്ട് എത്തിപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. അത് വേറൊരു സംഭവങ്ങളാണ്. വളരെ നിങ്ങളോട് പറഞ്ഞാൽ പോലും അത് എപ്പോൾ കഴിയും, എപ്പോൾ പറഞ്ഞാൽ എപ്പോൾ തീരും എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് അത്രയധികമുണ്ട്. അപ്പോൾ എനിക്ക് പിന്നീട് എനിക്ക് കുറെ ഗൾഫിലൊക്കെ പോയി അവിടുന്ന് ഒരു വീടൊക്കെ ആവുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ കുറെ അസുഖങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് എത്തിപ്പെടുന്നു. ആ അസുഖങ്ങളിൽ കുറച്ച് സീരിയസ് ആവുന്ന കുറെ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പോലും ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ടീച്ചറെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എൻ്റെ പൊന്നു ടീച്ചർ എവിടെയായിരിക്കും. പിന്നീട് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഞാൻ ടീച്ചറെ കാണാൻ വേണ്ടി പഴയ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ അങ്ങനെ ഒരു വീട് പോലും കണ്ടില്ല ഞാൻ. അവിടെ ആ ഒരു ഓട് വീട്, തറവാട് വീട് ഉണ്ടായിരുന്ന സ്ഥലത്ത് വേറൊരു വീടൊക്കെ ആയിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ കുറെ ആൾക്കാർക്കൊന്നും ടീച്ചറുടെ പേര് പറഞ്ഞിട്ട് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഉള്ള കുറെ പുതിയ ആൾക്കാരായിരുന്നു. പിന്നീട് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രായമായ ഒരാളുള്ള പഴയകാല ഷോപ്പുള്ള ഒരാളാണ്. ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട്, ഓക്കെ, ടീച്ചറുടെ ഹസ്ബൻഡും മാഷ് തന്നെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ മാഷ് ചോദിച്ചപ്പോൾ, മാഷ് മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു തരിപ്പാണ് എൻ്റെ മേലിലേക്ക് കയറിയത്. എൻ്റെ ടീച്ചർ
എന്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എനിക്ക് വന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ടീച്ചർ എന്നുള്ള രൂപത്തിൽ ഞാൻ വളരെ വേദനയോട് കൂടെ ചോദിക്കേണ്ടായി. അപ്പം പറഞ്ഞു ടീച്ചർക്കും വയ്യ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കാലുകൾ അവരുടെ വീട്ടിലേക്ക് പറക്കുന്ന പോലെയായിരുന്നു എൻ്റെ വേഗത. എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല ആ വേഗത എത്രത്തോളം സ്പീഡായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. ടീച്ചർ ആ കണ്ടതുമല്ല ഗേറ്റ് തുറന്ന് ടീച്ചർ ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കമാലുദ്ദീൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ മോനെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കും. പിന്നെ അവിടെ ഉണ്ടായത് എങ്ങനെയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ഇന്നും ഇവിടെയുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും മുമ്പന്തിയിൽ തന്നെയാണ് എൻ്റെ പൊന്നു ടീച്ചർ ഉള്ളത്. ലവ് യു ടീച്ചർ, ലവ് യു.